ബിസിനസ്സിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം വെട്ടിക്കുറയ്ക്കുന്നത് മാർക്കറ്റിംഗ് ചെലവുകളാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണത്. കേരളത്തിലെ ഒട്ടുമിക്ക MSME ഉടമകളും വിശ്വസിക്കുന്നത് മാർക്കറ്റിംഗ് എന്നാൽ വെറുതെ കാശ് കളയുന്ന പരിപാടിയാണെന്നാണ്. നമ്മുടെ കട നാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ, വരുന്നവർ വരട്ടെ എന്ന് ചിന്തിച്ച് വാമൊഴിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരാണ് പലരും. എന്നാൽ പഴയ കസ്റ്റമേഴ്സ് പതുക്കെ കൊഴിഞ്ഞു പോവുകയും പുതിയ കസ്റ്റമേഴ്സ് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ബിസിനസ് താഴോട്ട് പോകുന്ന കാര്യം പലരും തിരിച്ചറിയുന്നത്. ആളുകളുടെ കണ്ണിൽ പെടാതെ ഈ കടുത്ത മത്സരത്തിൽ നിങ്ങൾക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ബിസർവിൽ ഞങ്ങൾ ബിസിനസ്സുകാരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. മാർക്കറ്റിംഗ് എന്നത് ഒരിക്കലും ഒരു ചെലവല്ല, മറിച്ച് ബിസിനസ്സിൻ്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. നിങ്ങൾ മാർക്കറ്റിങ്ങിനായി ₹1 മുടക്കുമ്പോൾ അതിൽ നിന്നും എങ്ങനെ 10 or 100 രൂപ തിരികെ കൊണ്ടുവരാം എന്ന് മാത്രമാണ് സിസ്റ്റമാറ്റിക്കായി ചിന്തിക്കേണ്ടത്. മാർക്കറ്റിംഗ് ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ബിസിനസ് അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഹാപ്പിയായ കസ്റ്റമേഴ്സിൻ്റെ അനുഭവങ്ങൾ വീഡിയോ ആയി മറ്റുള്ളവരെ കാണിക്കാം. എല്ലാ മാസവും നിങ്ങളുടെ വരുമാനത്തിൽ ഒരു 5 മുതൽ 10% വരെ മാർക്കറ്റിങ്ങിനായി മാറ്റിവെക്കുക. നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഉറങ്ങുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക. നിങ്ങളുടെ ബ്രാൻഡ് എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വന്ന കസ്റ്റമറെ എങ്ങനെ നിലനിർത്താം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ബിസിനസ് വളർത്താനുള്ള പുതിയ തന്ത്രങ്ങൾക്കായി ബിസർവ് ഫോളോ ചെയ്യുക.